ബ്രസീലിയൻ സാഹിത്യകാരനായിരിക്കുന്ന പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ വായിക്കാത്തവർ ചുരുക്കമായിരിക്കും. വിശ്വപ്രസിദ്ധമാണ് ആ കൃതി. സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ഇടയ ചെറുക്കൻ, അദ്ദേഹത്തിന് ഒരു നിധിയെക്കുറിച്ച് ഒരു സ്വപ്നം ദർശനം ഉണ്ടാകുന്നു. കുറച്ച് ആടുകളെയൊക്കെ മേച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ മനസ്സിലൊരാഗ്രഹം ഫാത്തിമ എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരല്പം ഇഷ്ടമാണ്. അവളേക്ക് വിവാഹം കഴിച്ച് സ്വന്തം നാട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നാണ്. പക്ഷേ ഈ നിധിയെ സ്വപ്നം കാണാനായിട്ട് തുടങ്ങുന്നു മുതൽ അവൻ്റെ ജീവിതം ഡിസ്റ്റർബ്ഡ് ആകുകയാണ്. എങ്ങനെയെങ്കിലും ഈ നിധി സ്വന്തമാക്കണം എന്നുള്ള ഒരു താല്പര്യം അവന് വരുന്നു. അപ്പോൾ നിധി ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ചില ലക്ഷണങ്ങൾ അവൻ നോക്കുന്നു. അത് ഈജിപ്തിലെ പിരമിഡുകൾക്കടുത്താണ് ആ നിധി എന്നൊക്കെ അവൻ തിരിച്ചറിയുന്നു. അങ്ങനെ അവൻ താൻ ജനിച്ചു വളർന്ന ആ നാടും വീടുമൊക്കെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുകയും തൻ്റെ ഈ ആടുകളെയൊക്കെ വിൽക്കുകയും ആ പൈസ കൊണ്ട് അവൻ ഈജിപ്തിലേക്ക് യാത്ര പോവുകയും ചെയ്യുന്നതാണ് കഥയുടെ ഒരു ഇതിവൃത്തം. അതിനിടയിൽ അവൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, പൈസ നഷ്ടപ്പെടുന്നു. പക്ഷെങ്കിലും ഒടുവിൽ അവൻ ഈ ഈജിപ്തിലെ നിധി ഇരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തപ്പെടുകയാണ്. സ്ഥലത്തേക്ക് എത്തപ്പെടുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച നിധി അവൻ അവിടെ നിന്ന് കിട്ടുന്നില്ല. നേരെ മറിച്ച് അപ്പോഴേക്കും അവനൊരു തിരിച്ചറിവുണ്ടാകുന്നു, യഥാർത്ഥത്തിലുള്ള നിധി ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നും അതെങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടതെന്നും. തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു നിധി, ഒരു ട്രഷറിനെ കുറിച്ച് അവന് നല്ല ബോധ്യം വരുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക്, ഒരു ഉള്ളറിവിലേക്ക് അവൻ ഉണരുന്നു. അതാണ് ആ കഥയുടെ ഇതിവൃത്തം. ഒരു പുറത്തുള്ള നിധി സ്വന്തമാക്കുക എന്നതിനേക്കാളും ഉപരിയായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല ട്രഷറുകളെയും അമൂല്യ ശേഖരങ്ങളെയും ഒക്കെ ഒന്ന് കണ്ടെത്തുവാനായിട്ടും അത് സ്വന്തമാക്കുവാനായിട്ടും ഒക്കെ ഈ കഥ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ട്. ഒരു നിധിയെപ്പോലെ നമ്മൾ കണ്ടുമുട്ടുന്ന പല ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. കഥയിലെ സാന്റിയാഗോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ നിധി സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അധ്വാനിച്ചു. അതിനു വേണ്ടിയിട്ട് അവന് പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് ആ നിധി സ്വന്തമാക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ തന്നെയുള്ള നിധി ഒരു തിരിച്ചറിവൊക്കെ അവനുണ്ടാകുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത, നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്, ലക്ഷ്യം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അധ്വാനിക്കാനായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത. പലപ്പോഴും നമ്മുടെ താല്പര്യം വെച്ച്, ഒരു ആഗ്രഹം വെച്ച് ഒരു ആരംഭശൂരത്വമാണ് നമ്മളൊക്കെ കാണിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പഠനമാകട്ടെ, അല്ലെങ്കിൽ ജോലിയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് വർക്കിൻ്റെ കാര്യങ്ങളുമാകട്ടെ, നമ്മുടെ തുടക്കം വളരെ തീക്ഷ്ണമാണ്, ആരംഭം വളരെ ഭംഗിയാണ്. പക്ഷെ പയ്യെ ഈ ആരംഭത്തിലുണ്ടായിരുന്ന ആ ഒരു താല്പര്യം, ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കുറഞ്ഞു പോകുന്നു. ഈ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം അവസാനം വരെ തുടരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മുടെ കാലഘട്ടത്തിലൊക്കെയുള്ള ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഒരു മലയാളി ക്രിക്കറ്റ് താരത്തെക്കുറിച്ച് കൂട്ടുകാരെപ്പോഴും പറയുന്നതാണ്, അവരൊരു കൺസിസ്റ്റൻസി ഇല്ല, ഒട്ടും ഒരു കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ല. അവൻ ചില കളിയിൽ നന്നായിട്ട് കളിക്കുന്നു, ചില കളി താന്നു പോകുന്നു. ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസിയാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തണ വരെ, ആ ലക്ഷ്യം നേടണ വരെ പിന്തുടരേണ്ട ഒരു സ്ഥിരത പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ ഒരു കഥ കേട്ടത് ഓർക്കുന്നുണ്ട്. ഈ അഗ്നിഹോത്രിയും പാക്കനാരും ചേട്ടനുസന്മാരാണ്. ഈ അഗ്നിഹോത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയാണ്, അല്ലെങ്കിൽ ബഹുദേവതാമൂർത്തിയെ ഉപാസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഈ തെറ്റ് കാണിച്ചു കൊടുക്കുവാനായിട്ട് പാക്കനാർ ഒരു കൊച്ചു കുസൃതി ചെയ്തു എന്നാണ് പറയുന്നത്. പാക്കനാർ ഈ വീടിൻ്റെ മുറ്റത്ത് ഈ ചെറിയ കുഴികൾ കുഴിക്കുകയാണ്. കുഴികൾ കുഴിക്കുന്നു, ഒരു കുഴി കുഴിക്കുന്നു, അത് പകുതിയാക്കുന്നു, വേറൊരു കുഴി കുഴിക്കുന്നു, അത് പകുതിയാക്കുന്നു, അങ്ങനെ പല കുഴികൾ കുഴിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ജിജ്ഞാസയോടെ ഈ അഗ്നിഹോത്രി ഈ പാക്കനാരുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ പാക്കനാർ മറുപടി പറയുകയാണ്, ഞാൻ കിണർ കുഴിക്കുകയാണ് വെള്ളം കിട്ടാനായിട്ട്. അപ്പോൾ ആ അഗ്നിഹോത്രി പറയുകയാണ്, നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ നീ എന്തിനാണ് പല കുഴി കുഴിക്കുന്നത്? ഒരു കുഴി തന്നെയല്ലേ ആഴത്തിൽ കുഴിക്കേണ്ടത്? അപ്പോൾ ഈ പാക്കനാർ ഈ അഗ്നിഹോത്രിയുടെ അടുത്ത് മറുപടി പറയാണ്, ഇതേ കാര്യം തന്നെയല്ലേ ചേട്ടനും ചെയ്യണേ. ബഹുദൈവ മൂർത്തികളെ ഉപാസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏകദൈവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഏകദേവത മൂർത്തി ഉപാസനയിലല്ലേ വളരേണ്ടത്? നമുക്കും സംഭവിക്കുന്നൊരു കാര്യം, നമ്മൾ ഈ പല കുഴികൾ കുഴിച്ചുകൊണ്ട് കിണറ്റിൽ നിന്നും വെള്ളം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്ന പോലെയാണ്. ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു, മറ്റൊരു കാര്യത്തിൽ പ്രവേശിക്കുന്നു, അത് പകുതി വെച്ച് ചെയ്യുന്നു. അതായത് പല കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെച്ചുകയും ഒരു കാര്യവും പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു തീരുമാനം എടുക്കുന്നു,
അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് പെരുമാറുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു നന്മയാണ്, ഒരു ഗുണമാണ്. ദ മങ് ഹൂ സോൾ ഹിസ് ഫെറാറി എന്നൊക്കെ പറയുന്ന നോവലിൽ റോബിൻ ശർമ്മ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കൊരു ചെറിയ ഒരു നന്മ കാര്യം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 21 ദിവസം അത് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയണത്. 21 ദിവസം നമ്മൾ ചെയ്യുന്നതോടുകൂടി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു, നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നു എന്നൊക്കെയാണ്. ദിവസം എത്രയോ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും നമ്മൾ ആരംഭിച്ച കാര്യങ്ങളിൽ ഒരു സ്ഥിരത ഉണ്ടാവുക എന്നുള്ളത്, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളത് ഈ ലക്ഷ്യം നേടുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസിയാണ്. ഒപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെങ്കിൽ, ലക്ഷ്യത്തിൽ നയിക്കുകയാണെങ്കിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുവാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കി എടുക്കണം. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഒരു ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും സച്ചിനും ഗാംഗുലിയുമാണ്. അപ്പോൾ ഗാംഗുലി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സച്ചിനെ കുറിച്ച് ഓർമ്മിക്കുന്ന പുസ്തകത്തിൽ എഴുതിയ ഒരു രംഗമുണ്ട്. അതായത് ഒരു വിദേശ പര്യടന സമയത്ത് 1, 2, 3 കളികളിൽ, ആദ്യത്തെ കളികളിലൊക്കെ ഈ സച്ചിൻ എന്ന് പറയുന്ന കഥാപാത്രം ഫോം ഔട്ടാണ്, കാര്യമായിട്ടുള്ള റൺ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരിക്കൽ ഈ ഗാംഗുലി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ തലമുട്ടുകൾ കേൾക്കുകയാണ്, ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹം ഈ രാവിലെ നേരത്തെ എണീക്കുന്നു, പല ദിവസങ്ങളായിട്ട് അപ്പോൾ ഈ മുട്ടുകൾ കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു, ഇത് എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് ഈ ശബ്ദത്തിൻ്റെ ഈ ഉറവിടം അന്വേഷിച്ച് അതിരാവിലെ എണീറ്റ് ഈ ഗാംഗുലി എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ കളിക്കാരൻ അന്വേഷിച്ച് പോകുമ്പോൾ കാണുന്ന കാഴ്ച, സച്ചിൻ അതിരാവിലെ എണീറ്റ് ഒരു സ്ഥലത്തിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫോം ഔട്ട് മാറ്റിയെടുക്കാനായിട്ട് പുലർച്ചയെ എണീറ്റ് അദ്ദേഹം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അത് ആ ഒരു ആത്മാർത്ഥത, ഏറ്റെടുത്ത ഉത്തരവാദിത്തോടുള്ള ആ ഒരു സ്ഥിര ഉത്സാഹം എന്നൊക്കെ പറയും, ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നു. അതാണ് അദ്ദേഹത്തെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഇതിഹാസ താരം എന്നൊക്കെ രീതിയിൽ ഈ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ മാറ്റുന്നത്. ഈ 2 പേരെയും പരിശീലിപ്പിച്ച കൽക്കട്ടക്കാരനായിട്ടുള്ള കോച്ച് പറയുന്നുണ്ടല്ലോ, ഒരു തരത്തിൽ സച്ചിനേക്കാളും വലിയ കളിക്കാരനാണ് ഗാംഗുലി, ഒരു സംശയമില്ല. പക്ഷെ സച്ചിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, അദ്ദേഹത്തിന് ഒരു കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോച്ച് എന്ന രീതിയിൽ ഞാനൊരു കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ടുള്ളൊരു മനസ്സ് സച്ചിനുണ്ടായിരുന്നു എന്നാണ് ഈ കോച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിര ഉത്സാഹം ഉണ്ടാകണം എന്നതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു കറക്ഷൻ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത്. മറ്റൊരാളിൽ നിന്ന് കിട്ടേണ്ട ഒരു കറക്ഷൻ സ്വീകരിക്കാനുള്ള വലിയ മനസ്സും കൂടി ഉണ്ടാകണം. അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അധ്യാപകർ തരുന്ന കറക്ഷൻ ആകട്ടെ, മാതാപിതാക്കന്മാർ തരുന്ന കറക്ഷൻ ആകട്ടെ, മുതിർന്നവരുടെ കാര്യത്തിലാകട്ടെ, അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന ചില കറക്ഷൻസ് ആകട്ടെ, അത് സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. പോകുന്ന സ്പീഡിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പോകുന്ന ഡയറക്ഷൻ. ഞാൻ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് എൻ്റെ സ്പീഡിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഒരു ലക്ഷ്യബോധം ഉണ്ടാവുകയും ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ടും അത് സ്ഥിരമായിട്ട് അധ്വാനിക്കാനായിട്ടും നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ ഒരു ലക്ഷ്യബോധം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈശോയ്ക്ക് താൻ എന്തിനു വന്നു എന്നും എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യവും നല്ല ബോധവും ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഈ ലക്ഷ്യബോധം എന്ന് പറയുന്ന ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ എന്തിനാണ് അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നേടിയെടുക്കുവാനായിട്ടുള്ള ആ ബോധ്യവും ബോധവും ഉള്ളവനെ അതിനുവേണ്ടി അധ്വാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായാലാണ് ഞാൻ എങ്ങനെ അവിടേക്ക് പോകണം എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥിരോത്സാഹത്തോടൊപ്പം തന്നെ ഒരു കൺസിസ്റ്റൻസിയോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സഹായമൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും. ഒരു ഈശ്വര അനുഗ്രഹം എന്നൊക്കെ പറയും, ചിലർ അതിനെ ഭാഗ്യം എന്നൊക്കെ വിശേഷിപ്പിക്കും. പക്ഷെ എങ്കിലും ഒരു ഈശ്വര അനുഗ്രഹവും കൂടിയും അതിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ ഈ ജോ ആൻഡ് ജെറി എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരുണ്ട്. ഒരു അമേരിക്കയിലെ ഒരു 19-20 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുള്ള 2 വ്യക്തികളാണ്. ഈ വ്യക്തികൾ വളരെ ചെറുപ്പമാണ്. ഇവർ ജീവിക്കാനായിട്ട് കാശില്ലാതെ നിൽക്കുന്നൊരു കാലഘട്ടം, ജീവിക്കാനായിട്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇവർ കണ്ടെത്തിയ ഒരു ചെറിയ ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ കൊച്ചു കോമിക്കുകൾ ഇങ്ങനെ വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ട് അത് വിറ്റ് കാശുണ്ടാക്കാനായിട്ട് ഒരു സൂത്രപ്പണി ഇവർ ചെയ്യാം. അങ്ങനെ ഈ ജോയും ജെറിയും കൂടി ഈ ഒരു കഥാപാത്രത്തിനൊക്കെ രൂപം കൊടുക്കുന്നു, കുഞ്ഞു കോമിക്കുകളൊക്കെ വരയ്ക്കുന്നു.
അത് പല പത്രങ്ങളിലും പല മാസികകളിലൊക്കെ ഒരു പബ്ലിഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ നിർഭാഗ്യവശം എന്ന് പറയട്ടെ, ഒരു ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവരുടെ ഈ ഒരു കോമിക്കിനെ പലരും സ്വീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല, പലരും അത് അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഭംഗി കുറവ് കൊണ്ടും പിന്നെ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടൊക്കെ ആരും അവരെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ അവരൊരു വർഷങ്ങളോളം ഈ ഒരു കോമിക് തങ്ങൾ റെഡിയാക്കിയ ഒരു കോമിക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് മാത്രമല്ല, അവരുടെ ഒരു നിരാശയുടെ മേഖലയിൽ പോലും അവർ അതിനെ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചൊക്കെ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു 8 വർഷങ്ങൾക്ക് ശേഷം ഈ വേറെ നിവൃത്തിയില്ലാണ്ടായപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ഉടമസ്ഥ അവകാശം പോലും ഇവർ വിൽക്കാനായിട്ട് തയ്യാറാവുകയാണ് ഒരു പത്ര ഏജൻസിയുടെ മുമ്പിൽ ഈ ഒരു കോമിക് പബ്ലിഷ് ചെയ്യാനായിട്ട്. ആ ഏജൻസിയുടെ എഡിറ്റർ ആകട്ടെ ഒരല്പം ഇവരുടെ കയ്യിലുള്ള ഈ കഴിവിനെ മനസ്സിലാക്കുകയും ഒരല്പം കറക്ഷൻസ് ആ ക്യാരക്ടറിലൊക്കെ വരുത്തുകയും അത് പബ്ലിഷ് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണ്. സത്യത്തിൽ ആ ജോയ് ആൻഡ് ജെറി എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഉണ്ടാക്കിയെടുത്ത ആ ചെറിയ കോമിക്, ആ പത്ര എഡിറ്റർ പബ്ലിഷ് ചെയ്ത ചെറിയ കോമിക്കാണ് പിന്നീട് സൂപ്പർമാൻ എന്ന് പറയുന്ന വലിയ കഥാപാത്രമായിട്ട് ലോകം മുഴുവൻ അറിയാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം, തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹം ഞങ്ങളിങ്ങനെ കാത്തുവെച്ചിരുന്നു. അതിന് ഈശ്വര അനുഗ്രഹം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ഞങ്ങളെ അറിയാനായിട്ട് ഇടയായി. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള കഴിവുണ്ട്. ചിലപ്പോഴൊക്കെ അത് പുറം ലോകം അറിഞ്ഞോണമെന്നോ അറിഞ്ഞില്ല എന്നോ വരും. പക്ഷെ നമ്മുടെ ഈ ഒരു ആഗ്രഹം കളയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ആ അധ്വാനത്തിന് നമുക്ക് ചിലരൊക്കെ ചില ഡിറക്ഷൻസ് തരും. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെ ചെയ്യണം. ആ കറക്ഷൻസ് സ്വീകരിക്കുക എന്നുള്ളതും ഒരു വലിയ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ഈ ജോ ആൻഡ് ജെറിക്ക് അവരുടെ എഡിറ്റർ വരുത്തിയ ആ ഒരു ഫൈനൽ ടച്ചിങ്, ഒരു കറക്ഷൻസ് ആ ക്യാരക്ടറിലും ആ കഥാപാത്രത്തിൻ്റെ വേഷത്തിനും രീതിയിലുമൊക്കെ ചില കറക്ഷൻസ് വരുത്തിയപ്പോൾ അതാണ് ഈ പറയുന്ന ലോകത്തെ മുഴുവൻ അട്രാക്ട് ചെയ്യപ്പെടുന്ന സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഇടയായത്. ഈ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ഈ ഒരു ചില കറക്ഷൻസും കൂടി സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യബോധം തന്നെ മറ്റൊന്നാണ് പ്രധാനപ്പെട്ടതാണ്, ദൗത്യബോധം എന്ന് പറയും. ഞാൻ എങ്ങനെയാണ് ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കേണ്ടത്, അതെൻ്റെ ദൗത്യബോധത്തിൻ്റെയും കൂടി ഭാഗ്യമാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് എയിം ആൻഡ് മിഷൻ? ദൗത്യവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ചെറുപ്പക്കാരൻ ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹം പഠനം ഒക്കെ നേടി വലിയ ഒരു ഉയർന്ന ലെവലിലൊക്കെ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ്സ് കിട്ടി എന്നൊക്കെ ചോദിച്ച് പത്രപ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്യണ്ടായി. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടിയാണ്, ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച ആ ക്യാമ്പസിലും കോളേജിലും ഉഴപ്പാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു, ഉഴപ്പാനായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. അങ്ങനെ ഈ ഉഴപ്പണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യം, എൻ്റെ മുറിയിൽ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫാമിലി ഫോട്ടോയിലേക്ക് ഞാൻ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഫിനാൻഷ്യലി താഴ്ന്നു കിടക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും, അപ്പന് എത്രമാത്രം പ്രതീക്ഷകളാണ് എന്നെക്കുറിച്ച്. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കും, അമ്മയ്ക്ക് എത്രത്തോളം സ്നേഹമായിരുന്നു എന്നോട്. ഞാൻ പെങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കും, അവൾ എന്നിൽ നിന്നും എത്രമാത്രം കാത്തിരിക്കുകയാണ്. അപ്പം ഞാനാണ് ആ കുടുംബത്തിൻ്റെ ഏക ആശ്വാസം, പ്രതീക്ഷ എന്ന് തിരിച്ചറിയുമ്പോൾ, ആ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാരം എന്നിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതെൻ്റെ ദൗത്യബോധത്തിൻ്റെ ഭാഗമാണ്. ആ ദൗത്യം ഞാനത് ക്ലിയർ ചെയ്തേ പറ്റൂ. ലക്ഷ്യത്തെക്കാളും ഉപരിയായിട്ട് എൻ്റെ ഉത്തരവാദിത്വ ബോധം എന്നെ ഉഴപ്പാതെ പഠിക്കാനായിട്ട് മുന്നോട്ട് നീക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഈ ലക്ഷ്യബോധമുണ്ട്, പക്ഷേ ഈ ദൗത്യബോധമില്ല. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരാളാകണം, ഒരു എന്താ പറയുക, ഒരു എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആകണം, വലിയ വലിയ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ ആഗ്രഹത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ല, സ്ഥിരതയില്ല, സ്ഥിര ഉത്സാഹമില്ല, ഹാർഡ് വർക്കില്ല. അതിനേക്കാളും ഉപരിയായിട്ട് ഒരു ദൗത്യബോധമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥ. ഞാൻ എന്തിനാണ് ഇത് ആകേണ്ടത്, ഇതെന്തിനാണ് ഈ ഒരു ജോലി ഞാൻ നേടേണ്ടത്, ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടത്, അതില്ലാതെ വരുന്ന ഒരു അവസ്ഥയാകുമ്പോഴാണ്. 2 ചെറുപ്പക്കാർ ഒരിക്കലും ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. 2 ചെറുപ്പക്കാർ അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യവുമായിട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു പുഴ കടന്നിട്ട് വേണം ഇവർക്ക് വരാനായിട്ട്. വരുമ്പോൾ ഈ പുഴയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് നീന്തൽ അറിയാം, മറ്റൊരു ചെറുപ്പക്കാരന് നീന്തൽ അറിയത്തില്ല. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവർ 2 പേരും കൂടി ഈ പുഴ നീന്തി കടക്കാൻ തന്നെ തീരുമാനിച്ചു. നീന്തി കടക്കുമ്പോൾ ഈ നീന്തൽ അറിയുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ കഷ്ടപ്പെട്ട് വളരെ ഭംഗിയായിട്ട് ഈ പുഴയ്ക്ക് അപ്പുറം കടക്കുന്നു.
പക്ഷേ നീന്തൽ അറിയാമെന്ന ചെറുപ്പക്കാരനാകട്ടെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പുഴയുടെ അപ്പുറത്തെത്തുന്നത്. അപ്പോൾ അപ്പുറത്ത് എത്തിക്കഴിയുമ്പോൾ ഈ നീന്തൽ അറിയാമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മറ്റവനോട് ചോദിക്കുന്നുണ്ട്, അല്ല കൂട്ടുകാരാ, നീയല്ലേ പറഞ്ഞു നിനക്ക് നീന്തൽ അറിയത്തില്ല എന്ന്, പിന്നെ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് നിനക്ക് ഈ പുഴ ക്രോസ് ചെയ്യാനായിട്ട് പറ്റിയത്? അപ്പോൾ ഈ കൂട്ടുകാരൻ പറയാണ്, അതിനൊരു കാരണമുണ്ട്. കാരണം ഞാനൊരു വർഷത്തെ സമ്പാദ്യവുമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സമ്പാദ്യമാണ് എൻ്റെ വീട്ടുകാരുടെ മുഴുവനായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ സമ്പാദ്യവും കൊണ്ട് ഈ പുഴ കടക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ മുഴുവൻ, അവരുടെ പ്രതീക്ഷ മുഴുവൻ എൻ്റെ ഈ ചുമലിലാണ്. അത് മുങ്ങിത്താഴുവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. കാരണം എൻ്റെ വീട്ടുകാരും കൂടിയും എൻ്റെ ചുമലിലുണ്ട് എന്നുള്ള ദൗത്യബോധത്തിലേക്ക് ഞാൻ ഉണരുമ്പോൾ പിന്നെ എനിക്ക് മുങ്ങിത്താഴാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഈ പുഴയെ അതിജീവിച്ച് കടന്നേ പറ്റുള്ളൂ. ഈ ഒരു ദൗത്യബോധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർ, അല്ലെങ്കിൽ നമുക്ക് നിറവേറ്റി കൊടുക്കേണ്ട ചില ഉത്തരവാദിത്വമുള്ളവർ, അത് നമ്മുടെ മക്കളാകാം, ഭാര്യയാകാം, കുടുംബമാകാം, മാതാപിതാക്കന്മാരാകാം, അവരൊക്കെ നമ്മളെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്നും അല്ലെങ്കിൽ നമ്മളാണ് അവരുടെ ഒരു ആശ്രയബോധം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളറിയാതെ ഈ ഒരു ദൗത്യബോധത്തിലേക്ക് ഉണരുകയാണ്. ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അവനൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു എന്നുള്ളത്, താൻ എന്തിനു വന്നു എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ഈശോയ്ക്കുണ്ടായിരുന്നു. ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം അവൻ ചെയ്തു. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ പ്രത്യേകത ആ ലക്ഷ്യബോധവും ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന നിരതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ആ ലക്ഷ്യബോധത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ ഒരു ദൗത്യബോധത്തിലേക്ക് അവൻ എത്തുന്നുണ്ട്. താൻ മൂലമാണ് ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുക എന്നുള്ള ദൗത്യബോധത്തിലേക്ക് എത്തുമ്പോൾ ഗെത്സമനിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിതാവേ കഴിയുമെങ്കിൽ ഇത് മാറ്റി തരാനായിട്ട് അപേക്ഷിക്കുന്നു. പക്ഷെ ഇത് കുടിക്കാതെ നിവർത്തിയില്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വൈകാരിക ഒരു പ്രശ്നം അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ള ദൗത്യബോധത്തിലേക്ക് അവൻ ഉണരുമ്പോൾ സന്തോഷപൂർവ്വം അവൻ ആ കുരിശ് എടുക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. അതാണ് ഈശോയെ വ്യത്യസ്തനാകുന്നത്. ലക്ഷ്യബോധവും ലക്ഷ്യബോധത്തിനോടൊപ്പമുള്ള ദൗത്യബോധവും. പറഞ്ഞു തുടങ്ങിയത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന കഥയിൽ നിന്നാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ലക്ഷ്യബോധവും ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ട് അവനെടുക്കുന്ന ഒരു എഫർട്ടും ആ എഫർട്ടിൽ നിന്നും അവൻ കണ്ടെത്തുന്ന ആ ഒരു നിധിയും അതാണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഗുണങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഒരു എയിം, ഒരു ഫോക്കസ് നമുക്കുണ്ടാകണം. ആ ഫോക്കസ് നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും അതിനുവേണ്ടി ചെയ്യാനായിട്ടുള്ള കൺസിസ്റ്റൻസിയുടെ ഒപ്പം ഒരു സ്ഥിര ഉത്സാഹം, ഒരു ഹാർഡ് വർക്ക് നമുക്കുണ്ടാകണം. ആ ഹാർഡ് വർക്കിൽ നിന്നും ഉണരേണ്ട ഒരു കാര്യമാണ്, എത്ര ഞാൻ അധ്വാനിച്ചാലും എന്നെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചിലവരുണ്ടായിരിക്കും. അതൊരു എഡിറ്ററാകട്ടെ, ഒരു അധ്യാപികയാകട്ടെ, ഒരു മാതാപിതാക്കളാകട്ടെ, അവരുടെ കറക്ഷൻ സ്വീകരിക്കാനായിട്ടുള്ള ഒരു എളിമ എന്നൊക്കെ പറയാം. ഒരു എളിമ എന്നൊക്കെ അതിനെ പറയാൻ പറ്റത്തില്ല. ആ എളിമ ഞാൻ സ്വന്തമാക്കാനായിട്ട് പറ്റണം. ആ ഒരു കാര്യമാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുക. ആ ലക്ഷ്യബോധം ഉണ്ട് അല്ലെങ്കിൽ നേടണം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യബോധവും. കാരണം ലക്ഷ്യം, നമുക്ക് ഒരു ലക്ഷ്യത്തെത്തിക്കഴിഞ്ഞാൽ അത് അവസാനിച്ചു, പിന്നെ ഒന്നും ചെയ്യാനില്ല. സാധാരണ നമ്മൾ പറയില്ല, ഒരു മലമുകളിലേക്ക് നമ്മൾ കയറി പോകുന്നു, ആ മലമുകളിൽ എത്തണ വരെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, എത്തിക്കഴിഞ്ഞാൽ വേറെ എന്താണ്? പൗലോക്കോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വിജയി ഏകനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ഡെസ്റ്റിനേഷൻ സിൻഡ്രം എന്നൊക്കെ പറയും. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു, ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള ഒരു ത്വര. അപ്പോൾ ആ ഒരു ലക്ഷ്യബോധത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു ദൗത്യബോധത്തിലേക്ക് നമ്മൾ ഉണരേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമാണെന്നും എൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ കുറേയും കൂടിയും ഉത്തരവാദിത്വപരമായിട്ട് പെരുമാറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഈശോയ്ക്ക് ഈ ലക്ഷ്യബോധവും ഈ ദൗത്യബോധവും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് തുടർച്ചയായിട്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈശോ തൻ്റെ ജീവിതം മുഴുവൻ രാവിലെ മുതൽ അന്ത്യം വരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ചുറ്റി സഞ്ചരിച്ചും വചനം പ്രഘോഷിച്ചുമൊക്കെ ആ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈശോയിലുണ്ടായിരുന്നു. നമുക്കും ഉണ്ടാക്കിയെടുക്കാം. നമ്മളും പയ്യെ പയ്യെ ഈ ഒരു ലക്ഷ്യബോധത്തിലേക്ക് ഉണരാനായിട്ട്, അതിന് വേണ്ടിയിട്ട് കുറേയും കൂടിയൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്, ആ ലക്ഷ്യബോധത്തിൽ നിന്നും ഉണരുന്ന ഒരു ദൗത്യബോധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാറുവാനായിട്ടും പയ്യെ പയ്യെ ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി നമ്മളിലേക്ക് സംശീകരിക്കാനായിട്ടും നമ്മളും ഒരു ഈശോയായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ടൊക്കെ പറ്റുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമുക്ക് സാധിക്കണം
എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു അഭ്യർത്ഥന. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.